കർത്താവിന്റെ സന്നിധിയിൽ വലിയവനായിരിക്കുകയും അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറയുകയും അനേകം അവന്റെ ജനനത്തിൽ ആഘാതിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധവും പരിപാലനവും ബലിയർപ്പിക്കുവാനായി ഈ പ്രഭാതത്തിൽ നമ്മളെ യാത്രയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവത്തിന് പ്രത്യേകമായി നമുക്ക് നന്ദി പറയാം. വിശുദ്ധ സ്നാപയോഗ്യനായ തിരുവല്ലവാട് ഇടവമക്കളായ നമ്മളുടെ മധ്യസ്ഥനാണ്. ദേവാലയം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാൾ, ഇടവ മധ്യസ്ഥ തിരുനാൾ ഞങ്ങൾ സമാരംഭിച്ചു. ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് വിശുദ്ധ സ്നാപയോഗ്യനാളിലൂടെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും നന്ദി നല്ല ഹൃദയത്തോടുകൂടി ഈ ബലിയിലായിരുന്നുകൊണ്ട് ഇന്ന് ഈ ബലിക്ക് നേതൃത്വം നൽകുന്ന കുഞ്ഞുമക്കളെയും കുടുംബാംഗങ്ങളെയും മാതാപിതാക്കന്മാരെയും നമ്മുടെ ഇടവക സമൂഹത്തെ മുഴുവനായും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയ തിരുനാൾ ഇന്ന് സമാപിക്കുമ്പോൾ തിരുനാളുകൾക്ക് നേതൃത്വപ്പെടുത്തുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. യേശുവിന്റെ മനോഹരമായ ഒരു ആഗ്രഹമാണ് എപ്പോഴും കുഞ്ഞുമക്കൾ കൂടെ ഉണ്ടാകണം എന്നുള്ളത്. അവരെ തടയരുതെന്ന് പോലും ശിഷ്യന്മാരോട് കൽപ്പിച്ച കർത്താവായ യേശുനാഥൻ മുന്നോടിയായി കടന്ന സ്നാപയോഗ്യനാന്റെ ഈ തിരുനാൾ സന്തോഷപൂർവ്വം ഇടവ മക്കളായി നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ആ വലിയ സാന്നിധ്യമായി കുഞ്ഞുമക്കളുടെ സാന്നിധ്യം തീർച്ചയായും ദൈവത്തിന് അനുഗ്രഹപ്രദമാകട്ടെ എന്നത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ സ്നാപയോഗ്യനാന്റെ സജീവമായ മാധ്യസ്ഥം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇടവ മക്കളായ നമ്മൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് കർത്താവായ ദൈവം അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ചെയ്തു തീർക്കില്ല അല്ലെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന വിചാരിച്ച നിമിഷങ്ങളിൽ കർത്താവായ ഇടപെടലുകൾ വിശുദ്ധ സ്നാപയോഗ്യനാളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അടഞ്ഞു കിടക്കുന്ന പള്ളികൾ പോലും തുറക്കപ്പെടുന്ന ജീവിതം അത് വിശുദ്ധ സ്നാപയോഗ്യനാണ്. ഏറെ പ്രത്യേകിച്ച് തിരുമുല്ലവാടിയുടെ മക്കളാൽ നമുക്ക് തിരുനാൾ ആഘോഷിക്കുവാനായി നൽകിയ വലിയൊരു അവസരമായി നമ്മളതിനെ കാണണം. നമുക്ക് ദൈവത്തോട് നന്ദി പറയാനായിട്ടുള്ള വലിയൊരു അവസരം നൽകിയ വിശുദ്ധ സ്നാപയോഗ്യനാന്റെ സജീവമായ മാധ്യസ്ഥം നമുക്ക് അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഇടവ മക്കളായ നമ്മളെല്ലാവരെയും വിശുദ്ധ സ്നാപയോഗ്യനാന്റെ സഭയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ഇനിയും വിശുദ്ധനിലൂടെ നമുക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട 3 സിസ്റ്റേഴ്സ്, ഏറെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റർ സുപ്പീരിയർ ലൂസി മേരി, അർച്ചന മേരി, ലൂസി മേരി സിസ്റ്റേഴ്സ് അവരുടെ നിസ്തുലമായ സേവനം നമ്മുടെ ഇടവകയ്ക്ക് സേവനം ചെയ്തുകൊണ്ട് പുതിയ കർമ്മ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ പ്രത്യേകമായ യോഗങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വചനം സ്വീകരിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് കൃതജ്ഞതയോടുകൂടി
സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സഹോദരരെ, ഇത് രഹസ്യം ോടുകൂടെ കൊണ്ടാടുന്നതിനാൽ നമ്മുടെ പാപങ്ങളോക്ക് മനസ്തപിച്ച് Amen.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവായ ക്രിസ്തുവിന് വേണ്ടി പരിപൂർണമായ ഒരു ജനത്തെ ഒരുക്കുവാൻ വിശുദ്ധ സ്നാപയോഗ്യനായ നിയോഗിച്ചുവത് അങ്ങേ ജനത്തിന് ആത്മീയ ആനന്ദത്തിന്റെ കൃപ നൽകുകയും എല്ലാ വിശ്വാസങ്ങളുടെയും ഹൃദയങ്ങൾ രക്ഷയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാഥനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു,
എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ചു തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങനെ വിസ്മയമായി സൃഷ്ടിച്ചു. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിയിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയമായി സൃഷ്ടിച്ചു. എന്തെന്നാൽ അങ്ങനെ വിസ്മയമായി സൃഷ്ടിച്ചു. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയമായി സൃഷ്ടിച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയമായി സൃഷ്ടിച്ചു. എന്തെന്നാൽ അങ്ങനെ വിസ്മയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്ക് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയമായി സൃഷ്ടിച്ചു. എന്തെന്നാൽ അങ്ങനെ വിസ്മയമായി സൃഷ്ടിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സൗളിനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി ദൈവം ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനടങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇവന്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അവന്റെ ആഗമനത്തിന് മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. തന്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല, എന്നാൽ ഇതാ എനിക്ക് ശേഷം വരുന്നു. അവന്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സഹോദരരെ, അപ്രാർത്ഥിത സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. ഹല്ലേലൂയ. കർത്താവരുളിയ
ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചിരുന്നു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട അയൽക്കാര ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് നൽകണം. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവനൊരു എഴുത്ത് പലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ട് നാം സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിനെ വെളിപ്പെടുത്തുന്നവരെ അവൻ മരുഭൂമിയിൽ ആയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, ഈ തിരുനാൾ ഏറ്റെടുക്കുന്ന കുഞ്ഞുമക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ ഇടവക മധ്യസ്ഥൻ വിശുദ്ധ സ്നാപയോഹന്നാന്റെ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും തിരുമലവാരം മക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. വിചാരിക്കാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് വിശുദ്ധ സ്നാപയോഹന്നാനിലൂടെ തിരുമലവാരം ഇടവ മക്കളായി നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ സ്നാപയോഹന്നാൻ തിരുമലവാരം ഇടവ മക്കളായി നമുക്ക് ഇടവ മധ്യസ്ഥനായി നിൽക്കുമ്പോൾ, ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ സ്നാപയോഹന്നാന്റെ ജനന തിരുനാൾ എന്ന സാഘോഷം നമ്മൾ കൊണ്ടാടുമ്പോഴും വിശുദ്ധ സ്നാപയോഹന്നാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകപ്പെടുന്ന ചില കാര്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് വചന അധിഷ്ഠിതമായി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായി, ഈ ലോകത്തിലേക്ക് ജനിക്കപ്പെട്ട വിശുദ്ധ സ്നാപയോഹന്നാൻ കൃപകളുടെ മനുഷ്യൻ ആയിരുന്നു എന്നതാണ്. ഈ ലോകത്തിലേക്ക് ജനിച്ച് കർത്താവിന് മുന്നോടിയായി കടന്നു വന്ന സ്നാപയോഹന്നാന്റെ ജീവിതത്തിന്റെ മാതൃക ദൈവത്തിന്റെ കൃപകളുടെ സമൃദ്ധിയിൽ ജനിച്ചവരാണ്. ഈ കൃപകളുടെ സമൃദ്ധിയിൽ ജനിക്കുവാനായി കാരണക്കാരായി നിന്നത് വിശുദ്ധ സ്നാപയോഹന്നാന്റെ മാതാപിതാക്കന്മാരാണ്, സഖറിയായും എലിസബത്തും. അങ്ങനെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, നല്ല മക്കൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ലോകത്തിലേക്ക് ജനിക്കണമെന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നല്ല മാതാപിതാക്കന്മാർ ഉണ്ടാകണമെന്നുള്ളതാണ്. നല്ല മാതാപിതാക്കന്മാർ ദൈവഭയത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ദൈവഭയത്തിൽ ജനിക്കുകയാണെങ്കിൽ, തീർച്ചയായും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും ദൈവിക ജ്ഞാനത്തിലും ദൈവിക വരത്തിലും ദൈവകൃപയുടെ സമൃദ്ധിയിലും ജീവിക്കുന്ന മക്കളായി മാറും. നമുക്കറിയാവുന്നതുപോലെ സഖറിയ ആൾക്കാരിൽ ശുശ്രൂഷ ചെയ്തവനായിരുന്നു എന്നാണ് വചനഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവഭയത്തോടുകൂടെ സഖറിയായും എലിസബത്തും തങ്ങൾക്ക് നൽകിയ ജീവിതത്തിൽ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ അവർക്ക് ഫലമെന്ന് പറയുന്ന സ്നാപയോഹന്നാൻ ജനിക്കുന്നത് തന്നെ. കാലങ്ങൾ കാത്തിരുന്നു എന്ന വചനം സാക്ഷ്യപ്പെടുത്തുമ്പോഴും ക്ഷമയോടുകൂടി ദൈവത്തിന്റെ കരുതൽ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരുന്ന ദമ്പതികളാണ് തീർച്ചയായും സഖറിയായും എലിസബത്തും. അപ്പോൾ ദൈവഭയത്തിൽ ജീവിച്ച മാതാപിതാക്കന്മാർ, അല്ലെങ്കിൽ ദൈവഭയത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവഭയത്തിലൂടെ ജനിക്കുന്ന മക്കളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ
എന്ന് വ്യക്തമാക്കുന്ന വിശുദ്ധമായ ജീവിതത്തിന്റെ ചരിത്രമാണ് വിശുദ്ധ സ്നാപയോഹന്നാനിലൂടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കാലികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പത്രങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ TV ചാനലുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്ന കാഴ്ചകൾ എന്താണ്, അനുഭവങ്ങൾ എന്താണ്, പാഠങ്ങൾ എന്താണ് നമ്മുടെ കേരളക്കരയിൽ ആകെ ഇപ്പോൾ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത്? സ്ത്രീധന വിഷയം ഒന്ന്, ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിനെ കരിയിലെ കൂട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കടന്നു കളയുന്ന മാതാക്കൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതത്തിന്റെ മാതൃകകളാണ് നമ്മൾ ഇന്ന് ഏറെ പ്രത്യേകിച്ച് കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ആർക്കും ദൈവഭയം ഇല്ല. ദൈവത്തിന്റെ ജ്ഞാനം ആരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാവണം ഒരുപക്ഷെ വിചിത്രമായ ചിന്തകളും വിചിത്രമായ പ്രവൃത്തികളിലൂടെയും കടന്നു പോകുന്ന മാതാക്കളെയും പിതാക്കളെയും നമ്മൾ കണ്ടെത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവഭയത്തിലും ദൈവജ്ഞാനത്തിലും ജനിക്കുന്നെങ്കിൽ മാത്രമേ ദൈവവചന അധിഷ്ഠിതമായ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവായ യേശുനാഥൻ മുന്നോടിയായി കടന്നു വന്ന സ്നാപയോഹന്നാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നല്ല മാതാപിതാക്കന്മാർ ഈ ലോകത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നല്ല മക്കൾ ഈ ലോകത്ത് ജനിക്കും. ആ നല്ല മക്കളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കന്മാർ കാണും എന്ന് വ്യക്തമാക്കുന്ന വിശുദ്ധമായ സന്ദേശമാണ് സക്കറിയായിലൂടെയും എലിസബത്തിലൂടെയും വിശുദ്ധ സ്നാപയോഹന്നാന്റെ ജീവിതത്തിലൂടെയും നമുക്ക് നൽകപ്പെടുന്നത്. അവന്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമാകുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ സന്തോഷത്താൽ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടിയെന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അവന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ സന്തോഷം ദൈവത്തിലായിരുന്നു, പരിശുദ്ധാത്മാവിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിന്തകളും പ്രവൃത്തികളുമാണ് വചനഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ ഓർക്കുക, നമ്മളൊരു കുട്ടിയെ ജ്ഞാനസ്ഥാനപ്പെടുത്തുവാൻ കടന്നവൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ പലപ്പോഴും കിട്ടുന്ന പേരുകളാണ് പലപ്പോഴും കുഞ്ഞു മക്കൾക്ക് ഇടാറ്. എന്നാൽ കർത്താവായ ക്രിസ്തുവിന് മുന്നോടിയായി കടന്നു വന്ന വിശുദ്ധ സ്നാപയോഹന്നാന്റെ ജീവിതം നൽകുന്ന ജനന തിരുനാളിലെ പേരുടെ കർമ്മം പോലും നമ്മൾ ദൈവികമാകുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. സക്കറിയ എന്ന പേര് തന്നെ ഇടാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അമ്മ പറയുന്നത് അത് അവനോട് ചോദിക്കുക, സക്കറിയായോട് തന്നെ ചോദിക്കുക. പണ്ടൊരു നാൾ ഇതെങ്ങനെ സംഭവിക്കും, അവൾ വയസ്സായല്ലോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂകനായി പോയിരുന്ന സക്കറിയായുടെ ജീവിതത്തിലേക്ക് എഴുത്ത് പലകൾ കൊണ്ട് കൊടുത്തിട്ടാണ് ആ പേര് അവന് ഇടുവാനായിട്ട് അവർ നിർബന്ധിതരാകുന്നത്. അവൻ യോഹന്നാൻ എന്ന പേരിടണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നൽകപ്പെടുന്ന ജീവിതം എന്ന് പറയുന്നത്, ജനനം എന്ന് പറയുന്നത്, ആ ജനനത്തിലൂടെ നൽകപ്പെടുന്ന പേര് പോലും ദൈവികമാകണം. ദൈവികമായ പേരുകളാണ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നതെന്ന് തീർച്ചയായും ആ പേരിലൂടെയെങ്കിലും ആ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സാക്ഷ്യപ്പെടുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവന്റെ ജീവിതം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു വിശുദ്ധ സ്നാപയോഹന്നാന്റേത്. ദൈവത്തിന് വേണ്ടി വ്യക്തമായി പൂർണ്ണമായും മാറ്റിവെക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു വിശുദ്ധ സ്നാപയോഹന്നാന്റേത്. യേശുവിന്റെ മുന്നോടിയായി കടന്നു വന്ന സ്നാപയോഹന്നാൻ പറയുന്നത്, അവൻ വളരണം, ഞാൻ ചെറുതാകണം. അവൻ വളരണം, ഞാൻ ചെറുതാകണം. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇന്ന് ഈ കാലികമായ അവസ്ഥയിൽ ഇല്ലാതെ പോകുന്നത്. അവരന്റെ വളർച്ചയിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം നമുക്ക് കണ്ടെത്തുവാൻ, നമുക്ക് മാതൃകയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ സ്നാപയോഹന്നാൻ. അവൻ വളരട്ടെ, അവന്റെ വളർച്ചയിൽ നമ്മൾ സന്തോഷിക്കണം, അവന്റെ വളർച്ചയിൽ നമ്മൾ അവനെ സഹായിക്കണം എന്നൊരു വലിയൊരു ചിന്തയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ സ്നാപയോഹന്നാൻ നമുക്ക് നൽകുന്നത്. യേശു പറഞ്ഞതിനായതുകൊണ്ടല്ല സ്നാപയോഹന്നാൻ നമ്മളോട് പറയുന്നത്. അവന് കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വവും അവന് കൊടുത്ത ഉത്തരവാദിത്വത്തിന്മേലുള്ള വലിയൊരു ധാർമ്മികമായ സപ്പോർട്ടാണ് കർത്താവായ യേശുനാഥന് വിശുദ്ധ സ്നാപയോഹന്നാൻ കൊടുക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് നമ്മളോട് പറയുന്ന പ്രകാരമാണ്, കർത്താവിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അവനിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് മാറ്റപ്പെട്ടിട്ടില്ല. കാരണം അവന്റെ ചിന്തയും പ്രവൃത്തിയും കർത്താവിനോട് കൂടെ ആയിരുന്നു, കർത്താവിൻ്റെതായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിൽ വെളിപ്പെടുത്തുന്നതുവരെ അവൻ മരുഭൂമിയിൽ ആയിരുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ
പ്രിയമുള്ളവരെ, അവന്റെ നിയോഗം എന്ന് പറയുന്നത് ദൈവ നിയോഗമായിരുന്നു ഭൂമിയിലെ ജനനം. ആ ജനനം നമുക്കിന്ന് സാക്ഷ്യമായി നൽകപ്പെടുമ്പോൾ നമ്മൾ കർത്താവായ ദൈവത്തിന് മുമ്പിൽ ജനിച്ചവരാണ്, ജീവിക്കുന്നവരാണ്, ഇനി ദൈവിക സന്നിധിയിലേക്ക് കടന്നു പോകേണ്ടുന്നവരാണെങ്കിൽ ദൈവ നിയോഗമാണോ എൻ്റെ ജനനവും ജീവിതവും ഇനിയുള്ള എൻ്റെ ഭാവിയുടെ ജീവിതവും എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. കർത്താവായ ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിച്ച് പുത്രനായ യേശുനാഥന് മുന്നോടിയായി കടന്നു വന്ന വിശുദ്ധ സ്നാപയോധന നമുക്ക് നൽകുന്ന ഉദാത്തമായ മാതൃകയാണ് രക്തസാക്ഷിത്വത്തിലൂടെ സമ്പൂർണമായ സമർപ്പണം. ഈ സമർപ്പണം നമുക്ക് നൽകിയ വലിയൊരു പുണ്യമാണ്. ഈ പുണ്യത്തിൽ വാഴുവാൻ വിശുദ്ധ സ്നാപയോധന നമുക്ക് നൽകിയ വലിയ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് പ്രകൃതിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലേഖനങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെയൊപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രമിക്കാം നിങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. രക്ഷയുടെ സദ്വാർത്തയായി സത്യത്തിന്റെ വചനത്താൽ സഭയെ സമ്പന്നയാക്കിയ സ്നേഹദൈവമേ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അഭിവന്ദ്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും വിശിഷ്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽഫോൻസ് അച്ഛനെയും അനുഗ്രഹധാരയാൽ നിറയ്ക്കണമേ. ഭൂമിയിൽ അങ്ങേ മഹത്വത്തിന്റെ മകുടവും കൃപാവരങ്ങളും നീർച്ചാലുമായി എന്നെന്നും വിരാജിക്കുവാൻ സഭയെ പ്രയത്നിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉത്കൃഷ്ടദാനങ്ങൾ മനുഷ്യന് സമ്മാനിക്കുന്ന സ്നേഹദൈവമേ, ഞങ്ങളുടെ ഇടവകയെ സർവദാ വഴി നടത്തണമേ. ജീവിതത്തെ സമ്പൂർണമായി അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ദൈവദത്തമായി പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണെന്ന് തിരിച്ചറിയുവാനും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വ്യാപരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവദാനങ്ങളുടെയും ഉറവിടമായ ദൈവമേ, ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന കുഞ്ഞുങ്ങളായ ഞങ്ങളെ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിൽ വളരുവാനും
നല്ല ഭാവിയുടെ ഉടമകളാകുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും വേണ്ട കൃപാവരങ്ങൾ നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ ക്രിസ്തുവിനെ ലോകത്തിനു പ്രദാനം ചെയ്ത സ്നേഹപിതാവേ, വിശുദ്ധ സ്നാപക യോഹന്നാൻ രക്ഷകനെ ലോകത്തിന് ചൂണ്ടിക്കാട്ടിയതുപോലെ ജീവിതത്തിൽ എന്നും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാകാനും പ്രതിസന്ധികളിൽ പതറാതെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനും വേണ്ട കൃപാവരങ്ങൾ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉദ്ധാനത്തിന്റെ മഹത്വം ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ ലോകത്തിൽ പ്രകാശിപ്പിച്ച സ്നേഹദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നിത്യവിശ്രാന്തിയും മോക്ഷാനന്ദ ഭാഗ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വ്യക്തിപരമായ നമ്മുടെ നാണ്യങ്ങൾ നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ച് വിശുദ്ധ സ്നാപകരുടെ മാധ്യസ്ഥം നമുക്ക് എഴുതാം. കർത്താവ് യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാണ് യാചിക്കുവാൻ നേരിടാത്തത് അങ്ങേ കാരണത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
എഴുന്നേറ്റ് നിങ്ങളുടെയും ബലി സർവ്വശക്തനായ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ലോകരക്ഷകനായ അങ്ങയെ വരാനിരിക്കുന്നവനായി പ്രഖ്യാപിക്കുകയും ആഗതനായവനായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സ്നാവ്യവനായ ജന്മദിനം ഉചിതമായ വണക്കത്തോടെ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ അൾത്താരയിലെ കാഴ്ചകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലോടെയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിനാണ് പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും ദക്ഷമാകുമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ സമതനായ ബഹുമതിയോടെ അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാനയോഗനാളിൽ അങ്ങേ മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യരക്ഷയെ പ്രതി ജനനത്തിനു മുമ്പ് തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചു ചാടുകയും ജനനത്തോട് വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചക ഗണത്തിലും വെച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ജലത്തിന്റെ പ്രവാഹം പോലും ശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി അദ്ദേഹം ജ്ഞാനസ്നാനത്തിന്റെ ഉദയനെ തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടത്തേക്ക് ഉത്തമ സാക്ഷ്യം നൽകാൻ അർഹനാകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ സാത്വികന്മാരോട് ചേർന്ന് അങ്ങേ മഹിമാവിരാമം സ്തുതിച്ചുകൊണ്ട് ഭൂമിയിൽ അങ്ങേ നിരന്തരം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ
സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ വനുകണം പോലെ ഈ കാണിക്കകൾ അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഉച്ചപ്പെടുത്തപ്പെട്ട സമരസാലെ വീടുകൾ ശ്രമിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുക എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതോ നിങ്ങൾ എന്നോർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങനെ കൽപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ബഹുമാൻ ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമകം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ പദാധ്യക്ഷൻ പോകാൻ ചെയ്യുന്ന പ്രാണോട് വൈദിക ഗണത്തോട് മത സഭയാകുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ നിമിഷം നമുക്ക് കരകൾക്ക് മൗനമായി നമ്മളിൽ നിന്നും കടന്നുപോയ ദൈവിക സന്നദ്ധിയിലേക്ക് പോയ എല്ലാ ആത്മാക്കളെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യും. ഉയർപ്പിന്റെ പ്രത്യാശയുടെ മുതലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സഹോദരയും അങ്ങ് ഓർക്കുകയും
അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ കർത്താവായി ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങൾ സത്യ മധ്യസ്ഥാന സ്ഥാപിക്കുന്നവരോടും കാലാകാലങ്ങളിൽ ഞങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും ദൈവത്തെ പിതാവെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചു. ക്രിസ്തുമക്കളായ നമുക്ക് കർത്താവായ യേശുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുതാൻ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം കാക്കുന്നു. അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളതായി കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ
സ്നേഹമുള്ളവരെ, വിശുദ്ധ സ്ഥാപിയുടെ നാമത്തിനാണ് സമാപന ദീപബലിയിൽ നമ്മൾ പങ്കുചേരണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം നൽകിയ കൃപകൾക്ക് വിശുദ്ധ സ്ഥാപിയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേവാലയം നിറഞ്ഞ ദേവാലയ പ്രദേശങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കേണ്ട ഒരു ദിവസമാണിത്. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയെങ്കിലും ചെയ്യുവാൻ സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാ ബഹുമാനപ്പെട്ട അജപാന സമിതി അംഗങ്ങൾ, PCC ലീഡേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച തുടങ്ങിയ തിരുനാളിൽ നേതൃത്വം നൽകിയ എല്ലാ കുഞ്ഞുമക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ ഒരുക്കിയ മാതാപിതാക്കന്മാർ, അവർക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ലഭിച്ച ബഹുമാനപ്പെട്ട ലേറ്റസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള കോയർ ടീം അംഗങ്ങൾ, എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കൈക്കാരൻ ബഹുമാനപ്പെട്ട ജോഡിയേട്ടൻ, സെക്രട്ടറി നിതിൻ, ബാക്കി ധനകാര്യ സമിതി അംഗങ്ങളെല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ആത്മാർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. നമുക്കറിയാവുന്നതുപോലെ കോവിഡ് വ്യാപനം രൂക്ഷമാണ് ചില സ്ഥലങ്ങളിൽ. എന്നിരുന്നാൽ പോലും ഗവൺമെൻറ്റിൻ്റെ പ്രായോഗികമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ച് വിധേയപ്പെട്ടുകൊണ്ട് നമുക്ക് ദീപബലി അർപ്പിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ TPR 30 മേളിലൊക്കെ ആകുമ്പോൾ അത് ട്രിപ്പിൾ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റ് സോണും ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദീപബലിയിൽ പങ്കുചേരാനായിട്ട് എല്ലാവരും കടന്നു വരണമെന്ന് പ്രത്യേകം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ മുതൽ ദേവാലയത്തിൽ ദീപബലി ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ദീപബലി ഉണ്ടായിരുന്നു, പക്ഷേ ജനരഹിത ദീപബലികളായിരുന്നു എല്ലാം. നാളെ ഇന്ന് മുതൽ തുടർന്ന് ഓർമ്മ ഗവൺമെൻറ്റിൻ്റെ രൂപകൽപ്പന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ
15 പേരെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ബലിയർപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ സ്ഥാനത്തിൽ 15 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടർന്നുള്ള ദിവ്യബലികളിൽ പങ്കുചേരാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന അവസരത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോളോ അല്ലെങ്കിൽ ജില്ലാതല ഭരണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പ് അനുസരിച്ച് നമുക്ക് മാറ്റപ്പെടേണ്ടി വരും എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. നേതൃത്വം നൽകിയ എല്ലാ മക്കൾക്കും ഈ ദൈവാനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നിങ്ങൾക്കുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. ലൈവ് സ്ട്രീമിംഗ് നേതൃത്വം കൊടുത്ത ബിനോയിക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ ബലി കഴിഞ്ഞാൽ മുന്നേ തന്നെ നമ്മൾ ഉയർത്തിയ പതാക നമുക്ക് തിരിച്ച് ദേവാലയ സന്നിധിയിലേക്ക് കൊണ്ടുവരികയും പ്രദക്ഷിണമായി തിരിച്ചുരൂപം വഹിച്ചുകൊണ്ട് കൊടിമരത്തിലേക്ക് പോവുകയും തുടർന്ന് നമുക്ക് ദിവ്യബലി സമാപിക്കാവുന്നതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഇടവകയെ ശുശ്രൂഷ ചെയ്ത് കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. സിസ്റ്റർ സുപ്പീരിയർ അറിയാവുന്നതുപോലെ ലൂസി മേരി, സിസ്റ്റർ അർച്ചന മേരി, സിസ്റ്റർ ലൂസി മേരി, ഇവരെ പ്രത്യേകമായി ഓർക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ നമുക്കറിയാവുന്നതുപോലെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ തന്നെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ സുപ്പീരിയർ ലൂസി മേരി. ഞങ്ങളുടെ ചെറിയ സംഭാവന സ്വീകരിക്കുന്നതിന് വേണ്ടി 2 വാക്ക് ഞങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ആദ്യം ക്ഷണിക്കുന്നു. സിസ്റ്റർ ലൂസി മേരി, സിസ്റ്റർ അർച്ചന മേരി. ലൂസി മേരി സിസ്റ്റർ സ്ഥലം മാറിപ്പോയി, എന്നാൽ നൽകുന്ന ഈ സംഭാവന സ്വീകരിക്കാൻ വേണ്ടി സിസ്റ്റർ സുപ്പീരിയർ കടന്നു കൊടുക്കുന്നു. നമുക്ക് ഇവിടെ സേവനത്തിന്, സ്നേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരുക്കിയിരിക്കുന്ന സമ്മാനം നമുക്ക് കൊടുക്കാം. കൈയടിച്ച് പ്രോത്സാഹിക്കും. സ്നേഹബഹുമാനപ്പെട്ട അൽഫോൻസിച്ചൻ, കൈക്കാരൻ, സെക്രട്ടറി, കണക്കൻ, മുൻ കൈക്കാരൻ, സെക്രട്ടറി, ധനകാര്യ സമിതി അംഗങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഞാൻ ഈ ഇടവകയിൽ തിരുമലവാരത്ത് വന്നിട്ട് 2 വർഷമായി. ഇത്രയും കാലം നിങ്ങളോടൊപ്പം ഈ ഇടവകയിൽ സേവനം ചെയ്യുവാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അൽഫോൻസ് അച്ഛൻ്റെയും ഇടവക മക്കളുടെയും കൂട്ടായി ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി മനോഹരമായ ഈ ദേവാലയം കാണാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയും സന്തോഷവുമുണ്ട്. ദൈവിക പദ്ധതി അനുസരിച്ച് ഞാൻ കണ്ടച്ചിറ കോൺവെന്റിലേക്കും സിസ്റ്റർ അർച്ചന മേരി പട്ടത്താനം കോൺവെന്റിലേക്കും പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും നിങ്ങളെ ഓർക്കുകയും എന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും സ്നേഹോപകാരത്തിനും ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപകയോഹന്നാന്റെ തിരുനാൾ സമാപിക്കുമ്പോൾ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥവും അനുഗ്രഹങ്ങളും ഓരോ കുടുംബങ്ങൾക്കും സമർത്ഥമായി വർഷിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ തിരുനാളിൻ്റെ പ്രതീകമായിട്ട് ഒരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. വൈകുന്നേരം 7 മണിയാകുമ്പോൾ നമ്മുടെ ഇടവ മധ്യസ്ഥൻ്റെ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭവനങ്ങളുടെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വിശുദ്ധ സ്നാപകയോഹന്നാന്റെ ജീവിത സാക്ഷ്യം നമ്മുടെ ഇടവ മക്കളാണെന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ ഇടവക ഭവനങ്ങളിലും കൃത്യം വൈകുന്നേരം 7 മണിക്ക് ഒരു മെഴുകുതിരി നമ്മുടെ ദേവാലയത്തിന് മുമ്പിൽ കത്തിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
വിശുദ്ധനോടുള്ള വണക്കവും നമ്മുടെ ഇടവക മക്കളാണെന്നുള്ള ചിന്തയും വിശുദ്ധന്റെ സംരക്ഷണവുമാണ് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യം 7 മണിക്ക് തന്നെ എല്ലാ ഭവനങ്ങളിലും, ദേവാലയം ഉൾപ്പെടെ എല്ലാ ഭവനങ്ങളിലും 7 മണിക്ക് നമ്മുടെ ഭവനത്തിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് വിശുദ്ധ സ്നാപകനാഥന്റെ വണക്കം പ്രകടിപ്പിക്കണമെന്ന് പതിവ് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ കുഞ്ഞാടിന്റെ തിരുനാളിൽ പരിപോഷിതരായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന അവിടുത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ച വിശുദ്ധ സ്നാപകനാഥന്റെ ജനനത്തിലും ആരാധിക്കുന്ന അങ്ങേ സഭാകളുടെ ജന്മത്തിന്റെ ഉടയവനായി അവിടുത്തെ തിരിച്ചറിയുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മയും സമൃദ്ധമായ അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപിച്ചു.